പ്രിപ്പയർഡ് അല്ലേ എല്ലാരും? ഒന്ന് വിളിയടാ. ഗോകുലേ കംഫർട്ട് അല്ലേ? അപ്പോഴെല്ലാരും റെഡി ആയിട്ട് സ്റ്റേഡിയത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കോമ്പറ്റീഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ സബ് ജൂനിയർ കാറ്റഗറിയിൽ ശബരിക്കുണ്ട്. ചെറുക്കനുള്ളത് കിട്ടിയിട്ടുണ്ട്. കോമ്പറ്റീഷന് വന്നതാണ്, കൂളിംഗ് ഗ്ലാസും വെച്ച്. Junior boys, right hand 65 kg. Table number 3 report ചെയ്യുക. കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് ഞാനാണെങ്കിൽ വീഡിയോസ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യലില്ല. അതിപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എന്ത് പറ്റിയെന്ന്. കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഞാനിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്ന് ഓക്കെ ആകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങളെ മുമ്പ് എനിക്ക് ചിരിച്ചേ പറ്റും. അതുകൊണ്ട് ഇനി എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യും. അതിപ്പോൾ ആം റെസ്ലിംഗ് വീഡിയോ ആണെങ്കിലും സ്ട്രെങ്ത് ട്രെയിനിങ് വീഡിയോ ആണെങ്കിലും ബോഡി വർക്കൗട്ട്, അതിപ്പം ജിമ്മിലാണെങ്കിലും ഹോം വർക്കൗട്ട് ആയാലും ഞാൻ ഇനി വീഡിയോസ് എന്തായാലും ചെയ്യും. എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ ഒരാളെങ്കിലും ഒന്ന് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ എനിക്ക് അത് മതി. ഇപ്പോൾ ആം റെസ്ലിംഗ് ഫീൽഡിലോട്ട് വന്നാലും ഇപ്പോൾ ബോഡി വർക്കൗട്ട്, ഇപ്പം നിങ്ങളിപ്പം വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ എന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളിൽ ഒരാളെങ്കിലും ഇൻസ്പയർഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് അത് മതി. അപ്പൊ ഇനി എന്തായാലും മസ്റ്റായിട്ട് ഞാൻ വീഡിയോസ് എല്ലാം ചെയ്യും. ഇന്ന് ജനുവരി 3. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ കോഴിക്കോടോട്ട് പോവുകയാണ്. കോഴിക്കോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. അപ്പൊ നമ്മളെ പയ്യന്മാരെയും കൊണ്ട് നമ്മൾ നേരെ കോഴിക്കോടോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ബ്ലോഗ് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2. നമ്മൾ പാർട്ട് 1ൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോടോട്ട് യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് പോകുന്നത്. അങ്ങോട്ടുള്ള യാത്രയും പിന്നെ ഫസ്റ്റ് ഡേ സബ് ജൂനിയർ മാച്ചും ജൂനിയർ മാച്ചും ഉണ്ട്. അത് ഫസ്റ്റ് പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. പാർട്ട് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് കാറ്റഗറി മാച്ചസും സീനിയർ കാറ്റഗറി മാച്ചസും പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയും ആയിരിക്കും പാർട്ട് 2ൽ. അതാ ഗോകുൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ഇടാ. 2:30 പറഞ്ഞ് 2:30 എത്തിയിട്ടുണ്ട്. കമാൺ ബോയ് കമാൺ. ഏത് പേന്റാടാ? കൊള്ളല്ലേ ഗൈസ്? ഗോകുലിന്റെ ഔട്ട്ഫിറ്റ്. കോഴിക്കോട് കറങ്ങാനായിട്ട് ഫുൾ പ്രിപ്പയർഡ് അല്ലേ? പൊളിക്കൂലേ? സ്റ്റേഡിയം കണ്ടായിരുന്നാ നീ? ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പ്. അതെ സീൻ സാധനല്ലേ? നല്ല ഉത്സവത്തിന്റെ പക്ഷെ ബാക്ക് ഫുൾ ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴും. ഇനി ഇപ്പൊ നിങ്ങൾ രണ്ടുമായി രോഹിത്തും അവനും അങ്ങ് പോവാന്ന് പറഞ്ഞു. നേരെ അങ്ങ് പോവാന്ന് പറഞ്ഞു. രോഹിത്തിന്റെ കൂടെ അന്ന് വന്ന ഒരു പയ്യ ഉണ്ടല്ലോ, അവ അങ്ങ് നേരെ പോവാന്ന് പറഞ്ഞു. പിന്നെ സാജനും അച്ചുവും ഷാരോണും അർജുനും എല്ലാം ഇപ്പൊ എത്തും. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ ഇത്തവണ സ്റ്റേറ്റിന് പയ്യന്മാരെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങുന്നില്ല. കാരണം എന്റെ ഇതിന് മുന്നത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് മുമ്പ് ഒരു ഇഞ്ചുറി വന്നിട്ടുള്ളത്. മുമ്പ് ഡെനിക്കിന്റെ പ്രൊണേഷൻ എന്താ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൈയിന്റെ കണക്ഷൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വിട്ട സമയത്ത് ഇങ്ങോട്ടൊന്ന് മാറിയായിരുന്നു കൈ. അപ്പൊ ആ സമയം ഇവിടെ ഒരു ഇഞ്ചുറി വീണായിരുന്നു. പിന്നെ ആ ഇഞ്ചുറി വെച്ച് ആ പെയിൻ നിൽക്കുക തന്നെ ഞാൻ വേറൊരു കോമ്പറ്റീഷനിൽ ചെന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അപ്പൊ ആ സമയം ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഇവിടുത്തെ പീസ് മാറിയതുപോലെ ഒന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ഡോക്ടർ 3 മാസത്തെ റെസ്റ്റ് പറഞ്ഞു. അപ്പൊ ഈ റെസ്റ്റിന്റെ അകത്താണ് ഈ ഡിസ്ട്രിക്ട് മാച്ചൊക്കെ നടന്നത്. അപ്പൊ എനിക്ക് അതിനൊന്നും ഇറങ്ങാനായിട്ട് പറ്റിയില്ല. നല്ല വിഷമമുണ്ട്. ഞാൻ നല്ല രീതിക്ക് പ്രിപ്പയർഡ് ആയതാണ്. പക്ഷേ ഒരു ഇഞ്ചുറി വന്നത് കാരണം എനിക്ക് ഈ വർഷം ഇപ്പൊ കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റത്തില്ല. 3 മാസത്തിൽ ഇപ്പൊ 2 മാസത്തെ റെസ്റ്റ് ആയി. അപ്പൊ 1 മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും പഴയ കണക്ക് ഞാൻ വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യും. വിഷമമുണ്ടാടാ? ഇന്നായിരുന്നു ഗേൾസിന്റെ മാച്ച്. കാണാൻ പറ്റില്ലല്ലോ നിനക്ക്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേൾസിന്റെ മാച്ച്. മിസ്സായല്ലടാ? ഇനിയിപ്പോ പോട്ട്. ആസിഫേ നിനക്ക് മിസ്സായടാ ഗേൾസിന്റെ മാച്ച്? എനിക്ക് മിസ്സായില്ല. അതെ അതെ അതെ. അവളെ കേട്ട് കഴിഞ്ഞാൽ വന്ന് വെട്ടുമല്ലടാ നിന്നെ. അതുകൊണ്ട് മാത്രം അവൻ കോഴി അടിക്കണല്ലോ. ഗൈസ് അതാ സാജൻ ഒരുങ്ങി കെട്ടി വരെയാണ്. ഓ ആറ്റിറ്റ്യൂഡ് എടാ നോക്കടാ ഇങ്ങോട്ട്. വന്നപ്പം തൊട്ട് കാര്യമായി ആരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ബേക്ക് കണ്ട് പെങ്കൊച്ചാണെന്ന് വിചാരിക്കരുത് ഗൈസ്. ആ നോട്ടം കൊള്ളാം. നോട്ടെടുത്ത് തമ്മിലൂടെ അവര് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറെ ആയല്ലേ? എത്ര നേരം കൊണ്ട് വിളിക്കണ്? എടുത്ത് ഫോട്ടോയ്ക്ക് വരുന്നു. സെറ്റ്. അവര് ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കല്ലേ? സബ് ജൂനിയർ അടിക്കണ്ടേ? COC ലക്ഷ്യം. പിന്നല്ല വാ തുറക്കടാ. അവൻ ഇൻട്രോട്ടാണ്. അവൻ മാച്ചിന്റെ ഇടയിൽ അവന്റെ അഗ്രഷൻ എടുക്കാറുള്ളൂ അല്ലടാ? പിന്നല്ല
ഗൈസ് അപ്പൊ നമ്മളിതാ ഇപ്പൊ ഒരു 5 പേരുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് 5 പേരേ ഉള്ളൂ. അവിടെ അർജുനും ഷാരൂണും വേറൊരു പയ്യനും അവന്മാരങ്ങ് താഴെ എത്തും. മുഹമ്മദും റോഹിത്തൊക്കെ ഡയറക്റ്റ് ആറ്റിങ്ങിന് വരും. അപ്പൊ നമ്മളൊരു 10-13 പേരുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ 5 പേര് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകണം. നേരെ സ്റ്റേജിലോട്ട്. പ്രിപ്പയർഡ് അല്ലേ എല്ലാവരും? ഒന്ന് വിളിയടാ. എനർജി ഇല്ലടാ അവന്, നിനക്ക് പോവാ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, ദാ റബ്ബറങ്കാട് വഴി ഇറങ്ങി നമ്മൾ ബസ് കയറാൻ പോകും. നേരെ പോട്ട് റബ്ബറങ്കാട് വഴി ബസ് കയറാനായിട്ട് ഇതാ പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ അർജുനും ഉണ്ട്, ഷാരോനും ഉണ്ട്, പിന്നെ അവന്റെ ഒരു ഫ്രണ്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകും. ഗൈസ് അപ്പം ഞാൻ 2 ബാഗ് എടുത്തിട്ടുണ്ട്. ഈ ബാഗിനകത്ത് അവിടെ ചെന്നിട്ട് പല്ല് കഴിക്കാനായിട്ടുള്ള ബ്രഷ്, ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഷൂസ് ഇരിപ്പുണ്ട്. പിന്നെ ഈ ബാഗ് എനിക്കിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബാഗല്ല, ബാഗിനകത്ത് ഒരു ഡയറി വെച്ചിട്ടുണ്ട് എനിക്ക് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് വായിക്കാനായിട്ട്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ഡയറി എനിക്ക് എത്രത്തോളം സ്പെഷ്യലാണ്. ശബരി, ഗേൾസിന്റെ മാച്ച് ഇന്നാണ്ട്രാ. ഓ ഇത്ര നേരം വാട്ട് അലച്ചിട്ടാണെങ്കിൽ ക്യാമറ ഓൺ ആക്കിയപ്പോ ഭയങ്കര ഇതായി. എന്തിനാണ്? അതെ, എല്ലാരും ഗേൾസിന്റെ മാച്ച് കാണണമെന്നും പറഞ്ഞിരുന്നു. അത് പക്ഷെ ഇന്നായി പോയി. നിങ്ങളെല്ലാം പെമ്പിള്ളേരെ നോക്കാൻ പോണ്. ഞാൻ പറഞ്ഞേക്ക്, നിങ്ങളെല്ലാം പെമ്പിള്ളേരെ നോക്കാൻ പോണ്. ഇവ ഈ മുടിയും വളർത്തി ആരെ നോക്കാൻ പോണ്? ആണുങ്ങളെ നോക്കാൻ പോണ്. ആ റബ്ബറിന്റെ കളർ നോക്കട്ടാ. റബ്ബറിന്റെ കളർ നോക്കട്ടെ. ഓറഞ്ചാ ചുവപ്പാ? ആ ഇത് കണക്ക്. എടാ ഞാനും മുടി കെട്ടില്ലായിരുന്നു. ഇത് കണക്ക് കുടഞ്ഞു കിടക്കായിരുന്നല്ലേ. വേണ്ട, അതുകൊണ്ട് ട്രോൾ ഒഴിവായി. കഴിഞ്ഞ വർഷം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തത്? ഒരുമിച്ച് കുടയാം. ഇനിയിപ്പം കുടഞ്ഞല്ലേ. അതെ, മുട്ട അടിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇപ്പൊ വളർന്നില്ലടാ. അത് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ പോയി എന്നിട്ട് കൈ കാണിക്കണം. അവിടെ സമയത്തും കാലത്തും വന്നൂടെടാ, സമയത്തും കാലത്തും വന്നൂടെ. വീട്ടിൽ പോയി നമ്മള് വീട്ടിൽ പോകും. കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മളെ ഇവിടെ നിന്നുള്ള എല്ലാവരും ആയിട്ടുണ്ട്. ബസ് എത്തിയിട്ടുണ്ട്. ബസ്സിൽ ചാടി കയറാൻ അപ്പൊ എല്ലാരും ചാടി കയറിയിട്ടുണ്ട്. കുത്തി ഞെരുങ്ങി പോവുകയാണ് ബസ്സിൽ. ഷാരോണേ, അങ്ങ് വീണു പോവല്ലേ? എന്താടാ അതിലുണ്ട്? അതിന്റെ അകത്തുണ്ട്. മണി ബാഗ് ഉണ്ടോ നമുക്ക്? നമ്മളെ സ്പോൺസർ അർജുൻ. അങ്ങനെ കുറച്ച് തിരക്കാൻ കുറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രം നീ വെച്ചിരുന്നാ മതി. ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടുണ്ട്. വണ്ടി കിടന്നത് കഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പുള്ളം കാലോടെ എയറിലാക്കണം. ഒറ്റ കയ്യിലാണ് ഗായ്സ്. വന്നില്ല ഒറ്റ കയ്യില് ഫുട്ബോൾ വഴി തെറിച്ച് വെളിയിൽ പോയത്. മമ്മു സാറിന്റെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. മമ്മൂസ്ക്ക് അവന്മാരെ എപ്പ എത്തിയിടാ അവിടെ? റോഹിത്തൊക്കെ കുറച്ചേരാടാ അവിടെ ചെന്നും കിടക്കണ. വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട്, പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ KSRTC സ്റ്റാൻഡിലോട്ട്. സംഗത അതിങ്ങനെ സബ്ടൈറ്റിൽ അമ്മേ ഗൈസ്. അപ്പൊ ഇനി KSRTC സ്റ്റാൻഡിലോട്ട് പോവുകയാണ് നമ്മള്. കമൺ ഗൈസ്, ഓടിവാ ഇനി വാ. കൈ എടുത്തറിയാ കേട്ടാ. കൊള്ളാം. KSRTC സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നേരെ തമ്പാനൂരോട്ടുള്ള ബസ്. എവിടെ പോണ്ടാ? ഡ്രസ്സ് മാറാൻ പോണ? ഞാനും പറഞ്ഞു സ്ലീവ്ലെസ് ഇടാനല്ലേ. ആ ഡ്രസ്സ് മാറാൻ വേണ്ടി KSRTC വാടകയ്ക്ക് എടുത്തെന്ന്. ഡ്രസ്സ് മാറ്. ഷാറൂഖ് ഖാന്റെ ഊരടാ, പോസ് ഓടാ, പോസ് ഇട്. ആ കുഴപ്പമില്ല, അത് മതിയായിരുന്നു. ഡ്രസ് നീ ഇതിന്റെ പിറത്തൂടെ ഇടാന്നാണോ പറഞ്ഞ? അവർക്ക് ഫുൾ കൈ ഇട്ട സമയത്താണെങ്കിൽ ആരും ശ്രദ്ധിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സ്ലീവ്ലെസ് ആക്കിയാണ്.
കമാൻഡ്ര മോനെ ഉണ്ണി മുകുന്നുണ്ടാ മാർക്ക് പോലെ ഉണ്ണി മുകുന്നുണ്ടാ. അത് കൊള്ളാം, അത് കൊള്ളാം. രണ്ട് പെയിന്റ് കുറെ നേരം പിടിച്ചു നിർത്തിയ യൂറിനും പാസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പോവാൻ അങ്ങോട്ട് രണ്ടുപേർക്കും സ്ലീവ്ലെസ് ഇടാൻ വേണ്ടിട്ട് KSRTC പോലെ ഇങ്ങ് വന്നിട്ട് മാറേണ്ടി വന്നു. എടാ അവന്മാരങ്ങ് എത്തി, വാ പെട്ടെന്ന് പോകാം. പോസ്റ്റ് ആടാ കൊറേ ആയിട്ട് വന്നിട്ട് പിന്നെ മത്സരത്തിന് പോകണ്ട, സ്റ്റേറ്റിന് പോകണം. എവിടെ? നമുക്കിവിടെ കോഴിക്കോട്. നീ ഇറങ്ങായിരുന്നു? വ്ലോഗ് ചെയ്യുന്ന എന്റെ പേരെന്തെന്ന്? ആൽവിൻ. ക്ലാസ് കഴിഞ്ഞല്ലോ. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ട് KSRTC. ഇനി ഡയറക്റ്റ് തമ്പാനൂരോട്ടാണ്. സ്ലീവ്ലെസ് പയ്യന്മാർ ഇവിടെ ഏതെങ്കിലും സീൻ വൈബ് പാട്ട് ഏതാ? അങ്ങനെ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഓ അവിടെ എന്താ അടിയാ? ഞെരുങ്ങി കുത്തിട്ട് കേറണ്ട അവിടെ. അങ്ങനെ ഗൈസ് തമ്പാനൂർ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. കോഴിക്കോട് നമ്മളെ ട്രെയിൻ പറഞ്ഞേക്കണ 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ്. ഏതായിരുന്നു ട്രെയിൻ? ഏതായിരുന്നു? ഏതാ ഒരു മാവേലിയ എന്തൊക്കെയാണ്. സ്ലീവ്ലെസ് ഗൈസ് ഒരുത്തിനോട് അപ്പൊ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഞാൻ അവിടെ ചെന്നിട്ട് ഇനി എത്ര നേരം പോസ്റ്റ് ആണെന്ന് അറിയുന്നത്. എന്തായാലും നല്ല വിശപ്പുണ്ട്, കഴിക്കണമല്ലോ. സ്ലീവ്ലെസ്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള്. കുറച്ചപ്പുറത്തോട്ട് നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ അവിടുത്തെ ആൾക്കൂട്ടം നോക്കിയാണ് ബസ്സിൽ കയറാൻ വേണ്ടിട്ട് ഓടുന്ന ഓട്ടം കണ്ട. അപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ടിക്കറ്റ് എടുക്കാം. നമ്മളെത്ര 11 പേരല്ലേടാ? 11 പേരല്ലേ? 150-155 കണ്ട് വേണം കേട്ടോ. ഇവിടെ 180 ടിക്കറ്റ്. നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 9 മണിക്കൂർ യാത്ര ഉണ്ട്. ഇവിടെ നിന്ന് 400 കിലോമീറ്റർ കണ്ടുകൊണ്ട് കോഴിക്കോട് വരാം. അപ്പൊ ഇതിന് സീറ്റ് കിട്ടിയ കൊള്ളാം. ജനറലാണ് എടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ തമ്പാനൂരിൽ നിന്ന് കയറണോണ്ട് ട്രെയിൻ ഇവിടെ നിന്നാണ് എടുക്കണം. അപ്പൊ ഇവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്കാണെങ്കിൽ ഇരുന്ന് പോകാൻ പറ്റുന്നതാണ് വിശ്വാസം. അത് ഇരിക്കാൻ പറ്റുമായിരിക്കുമല്ലേ? 9 മണിക്കൂർ അല്ലെങ്കിൽ കമ്പിയിൽ തൂങ്ങി കിടക്കാം. മമ്മു അതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുകയാണ്. ടിക്കറ്റ് ചാർജ് എനിക്ക് തോന്നുന്നു 180 ആണെന്ന് തോന്നുന്നു. 180. ഒന്നുകൂടെ കാണിടാത്. കണ്ടില്ല. അപ്പൊ ശരി ടാറ്റ. അപ്പൊ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആൾക്ക് 140 വെച്ചിട്ടാണ്. കളയരുത്, കോഴിക്കോട് എത്താനുള്ളതാണ്. ആരാണ് വയ്ക്കണം? നീയാണോ വയ്ക്കണം? ഞാൻ ഇത് ഗോകുലിലേക്ക് കൈമാറും. അതും അല്ലെ, ഫുൾ ഉത്തരവാദിത്തം നിന്നെയാണ്. നമ്മളിനി കോഴിക്കോട് എത്തിക്കേണ്ടത് നീയാണ്. ടിക്കറ്റ് കളയരുതേ. എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പൊ ഈ ജയിൽ ചപ്പാത്തി ഇവിടെ കിട്ടും. അപ്പൊ അത് തപ്പി ഇറങ്ങിയതാണ്. അപ്പോ വണ്ടി അതിന്റെ ട്രക്കാണ് തപ്പണത്. അതാവുമ്പോ അത്യാവശ്യം ലാഭമാണ്. എല്ലാവർക്കും നല്ല രീതിക്ക് വയറൊക്കെ കഴിക്കുകയും ചെയ്യാം. ഇപ്പൊ സമയം ഇപ്പം 6:30 ഇതാ ഇരുട്ട് വരുന്നുണ്ട്. 7:15 നമുക്ക് ട്രെയിന്. അപ്പോൾ അവസാനം എന്താ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ജയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടല്ലേ. പൊറോട്ട പ്ലസ് ചിക്കൻ കറി 58, ചപ്പാത്തി 10, ചപ്പാത്തി പ്ലസ് ചിക്കൻ കറി 45, 5 ചപ്പാത്തി വെച്ചല്ലേ. പൊറോട്ട പ്ലസ് ചിക്കൻ കറി 58, അത് മേടിക്കാം. 4 പൊറോട്ട പ്ലസ് ചിക്കൻ കറി അത് മേടിച്ചാ പോരെ. ഗൂഗിൾ പേ ഉണ്ടാക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എവിടെ ഫുഡ് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും
ഇവിടെ ഈ ജയിൽ ഫുഡ് ഉണ്ട്. അതിപ്പം നമ്മളിപ്പം മെഡിക്കൽ കോളേജുകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ട്രക്കിൽ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലെ ഷോപ്പായിട്ടും അവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പക്ക റേറ്റ് കുറവാണ്, നല്ല കിടിലം ഫുഡുമാണ്. അപ്പൊ നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ട് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവരാണെന്നുണ്ടെങ്കിൽ വരുന്ന സമയത്ത് ജയിൽ ഫുഡ് മേടിക്കാനായിട്ട് മാക്സിമം നോക്കണം. അപ്പോൾ ജയിലിൽ അവർ പ്രിപ്പയർ ചെയ്യണതാണ്, നല്ല എമൗണ്ട് കുറവാണ്, കിടിലം ടേസ്റ്റുമാണ്. അപ്പം നിങ്ങളിനി അറിഞ്ഞുകൂടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പയ്യന്മാർ അവിടെ വെയിറ്റ് ചെയ്യണം. അവന്മാർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നേരെ പോയിട്ട് ട്രെയിനിൽ കയറിയതിന് ശേഷം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അതിനുള്ള സമയമുള്ളൂ. ഇപ്പം 6:45 ആവാറായി. അവന്മാരോടാ ചായ കുടിക്കണം. കുറച്ചു വെച്ചോ, ഞാൻ പോയി തിരക്കിട്ട് കേട്ടോ. ഓക്കെ ഞാൻ അവനോട് വയ്ക്കാം. എടാ അവന്മാരോട് വയ്ക്കാം. ബാ തലവേദനക്കാരന്മാരെ തലവേദനയൊക്കെ പോയാ? ആസിഫ് കിടിലൻ ചായ കൊള്ളാല്ലേ? 15 രൂപയാണെന്നേ ഉള്ളൂ. ഫുഡ് കിട്ടി, ജയിൽ ഫുഡ് കിട്ടി. എത്ര രൂപ? 15 രൂപ. ചായക്ക് ബമ്പർ റേറ്റ് ആണ്, പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. അതെ പൈസയാണ് ചായ റേറ്റ് അവന്റെ പൈസ കാര്യം. എന്റെ 1500 രൂപ ചില്ലറ മാറത്തില്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിൽ പോകുന്നത്. 1500 രൂപ ഒറ്റ നോട്ടാണ് അവന്റെ ഇരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ പോയാ 2 പാവപ്പെട്ട വഴിക്കച്ചവടക്കാരന്മാർ അവിടെ കച്ചവടത്തിനായിട്ട് നിപ്പോണ്ട്. അണ്ണ ഒരു കവർ എത്ര അണ്ണ പ്ലേസ്? ചേട്ടാ എത്ര രൂപ? 80 രൂപ. അണ്ണ ഒരു കുപ്പി വെള്ളത്തിന് എത്ര രൂപ അണ്ണ? ഒരു കുപ്പി വെള്ളം 80 രൂപ. 80 രൂപ. 80 രൂപയ്ക്ക് ഇത് ഏത് പാണ്ടിയുടെ എവിടെ തരാന്ന്? 80 രൂപയ്ക്ക് വെള്ളം കൊണ്ടുവരണം. തിരിച്ചു മൂഞ്ച ഓട്ടിച്ചു വിടറ അണ്ണായി. ഇത് എന്നാ അണ്ണായി? 120 രൂപ ഒരു ചപ്പാത്തിക്ക. ഒരു ചപ്പാത്തിക്ക് 80 രൂപ. ഒരു കുപ്പി എടുക്കട്ടാ. ഒരുമിച്ച് ഇറങ്ങിയൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന്. പറവായില്ല പറവ മാറിയില്ല. ചായ ട്രൈ ചെയ്യട്ടെ. കായ് അളി എന്തെന്ന് പറഞ്ഞ്? ആൻഡ്രോത ഇല്ലേ? ഇല്ല, നാളെയാണ്. കുത്തി ഇറങ്ങി പോകത്തുള്ള. അല്ല, ട്രെയിൻ മാവേലി ഉണ്ട്, മാംഗ്ലൂരും ഉണ്ട്. ഇത് രണ്ട് എവിടെ ഞങ്ങൾക്ക് അവിടെ പോകണം. പോയിട്ട് മാവേലി സീറ്റ് ഉണ്ടെങ്കിൽ മാവേലി കയറിയിരിക്കാം, ഇല്ലെങ്കിൽ 9 മാംഗ്ലൂർ. ആയിട്ട് ആളും എത്തും. 9 മാംഗ്ലൂർ നോക്കല്ലേ? അത് നോക്കാം. ആദ്യം ഈ ട്രെയിൻ കണ്ടുപിടിക്കണം. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പൊ ഇതാണ് ജയിൽ ചപ്പാത്തി. അപ്പൊ ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊക്കെ വരുന്ന സമയത്ത് ജയിൽ ഫുഡ് നോക്കി മേടിക്കാൻ നോക്കാം. റേറ്റ് ഓക്കെയാണ്, പക്ക ക്വാളിറ്റി സാധനമാണ് ചപ്പാത്തി. ഇനി അടുത്ത കറി കാണിച്ചില്ല. കറി പൊട്ടിക്കണ സമയത്ത് ഇതാണ് ചില്ലി ചിക്കൻ്റെ. അത് പൊട്ടിക്കണ സമയത്ത് കാണിച്ചു തരാം കറക്റ്റ്. ഒഴിയടാ. അപ്പൊ ഇതാണ് ചില്ലി ചിക്കൻ സീസാണ്. അപ്പൊ ആരും മറക്കണ്ട, ഇനി മേടിക്കണമെന്നുണ്ടെങ്കിൽ ജയിൽ ഫുഡ് മേടിക്കാം. അവിടെ അവരൊരു 4 പേര് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് അടുത്ത സ്പോട്ടിലോട്ട് പോവേണം, അടുത്തവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ള സ്പേസ് ഉണ്ടല്ലോ. ഡൈനിങ് വൃത്തിയാക്കുക. കൈയൊക്കെ വൃത്തിയുണ്ടാ? കൈ കഴിവണ്ട. കഴിഞ്ഞാൽ കറക്റ്റ് ഇതുപോലെ വരും. നമ്മളെ ഷെഫിനെ വിളിച്ചു. അതെ, നമ്മളെ ഷെഫ് അൽ മമ്മൂസ നമുക്ക് പേപ്പർ വെട്ടി പ്ലേറ്റ് ആക്കി തന്ന സ്വന്തം എല്ലാം ചേർത്തിടുക, ശ്രമിക്കുക. കഴുകി 2 എക്സ്ട്രാ കറിയാലും എല്ലാം കൂട്ടിയിട്ട് കഴിക്കാം. അപ്പൊ എല്ലാവരും എന്താ ഫുഡ് ചപ്പാത്തിയും ചില്ലി ചിക്കനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അപ്പം ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പോയിന്ന് കൈ വിട്ട് നമുക്കുള്ള ട്രെയിനാണ് ഇതായി വന്നേക്കുന്നത്. അപ്പൊ നേരെ കൈ വന്ന് ഇതിലോട്ടാൻ കയറി. അപ്പൊ എന്താ ഈ ട്രെയിനിലാണ് നമുക്ക് പോവാനുള്ളത്. അപ്പൊ നമ്മളെ കമ്പാർട്ട്മെന്റിലോട്ട് പോവാം. അപ്പൊ എന്താ ഇവിടെയാണ് നമ്മളെ കമ്പാർട്ട്മെന്റ്. എവിടെയാവൻ മുഹമ്മദേ? ശേഷം ചിമ്മിനി വിളക്കുണ്ടെങ്കിൽ ആരെങ്കിലും അടിയടാ. വെളിച്ചോന്ന് പറഞ്ഞൊരു സാധനം. എടാ അവിടെ ബാഗല്ല ഇരിക്കാൻ വേണ്ടിട്ട്.
ഗോകുലേ കംഫർട്ട് അല്ലേ എന്താ വെളിച്ചില്ലാത്ത ഇതില് നേരെ റൂം എടുക്കണം. ഓ അങ്ങനെ അവസാനം ട്രെയിനിൽ ലൈറ്റ് ഇട്ട് സജാ ലൈറ്റ് ഇട്ട് ലിവർ പിടിച്ച് വലിച്ചോടാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, വെളിയിൽ നിന്ന് കണക്ട് ചെയ്ത് പാട്ടിടും. സഖാക്കളെ നമ്മളെല്ലാം അവരിക്കൂട്ടന്റെ ഉറക്കം കണ്ടോടാ. കണ്ണു തുറന്നുറാ, കണ്ണു തുറന്നു. അർജുനെ ഉറങ്ങണ്ട. അറിഞ്ഞില്ല. നമുക്ക് മിണ്ടിയും പറഞ്ഞു പോവാന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ഉറങ്ങുന്ന മിണ്ടിയും പറഞ്ഞും തന്നെ പോകുന്നുള്ളു. അങ്ങനെ കോഴിക്കോടിന്റെ മണ്ണിലോട്ട് ഏതാ കാലുകുത്താനായിട്ട് പോവേണ്. ഓ ഇപ്പൊ വേണ കാലുകുത്താനായിട്ട് പോവേണ്. അമ്മീ കിട്ടി കറക്റ്റ് കിട്ടി അവന്റെ വാറം. ഗൈസ് അങ്ങനെ നമ്മളിതാ കോഴിക്കോട് ലാൻഡ് ആയിട്ടുണ്ട്. എത്ര 8 മണിക്കൂറത്തെ യാത്രയുടെ അർജുനെ? 8 അവറിലും യാത്രയും കഴിഞ്ഞതാ കോഴിക്കോട് ലാൻഡ് ആയിട്ടുണ്ട്. അതെ, സംസാരിച്ചും പറഞ്ഞും തന്നെ എത്തി. പലരും പല വാക്കിന്, 2 പേര് ഇവിടെ 5 പേര് അവിടെ. കോഴിക്കോട്, അതെ കോഴിക്കോട്. ഇപ്പം 4 മണിയായി. നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറിയത് 7:15 തോന്നുന്നു. അപ്പൊ 7:15 അവിടുന്ന് ട്രെയിൻ എടുത്ത് ഇപ്പൊ 4 മണിയായി. വരുന്ന വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമേ കയറി സീറ്റിൽ ഇരുന്ന മാത്രം ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാല് അനക്കാൻ പോലും പറ്റില്ല. കാരണം അജാതി ആളായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഫുൾ ആളെന്ന് വെച്ചാൽ ഫുൾ ആളായിരുന്നു. 4 വാക്കിനും ആള് ഇരുന്ന അതേ കണക്ക് ഒരേ ഇരിപ്പ് ഇരിക്കേണ്ടി വരും ഇത്രയും മണിക്കൂർ. പിന്നെ എല്ലാവരും നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് പ്ലാൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് നല്ല വൈബിടിച്ച് അപ്പുറം ഇപ്പുറം സീറ്റുകളിലായിട്ട് 11 പേര് ഇരുന്ന് നല്ല വൈബിടിച്ച് വരാനാണ് വിചാരിച്ചത്. പക്ഷെ കയറിയ സമയത്ത് 2 പേര് അവിടെ, 2 പേര് ഇവിടെ, 3 പേര് ഇവിടെ. ആ ഒരു ഇതിലായിരിക്കും. ഉറങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിയിട്ട്. ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ശരീരവും ഉറങ്ങുന്നു പറയുന്നു. പക്ഷെ ഉറക്കം അങ്ങോട്ട് വരുന്നില്ല. അതായിരുന്നു അവസ്ഥ. ഇപ്പൊ നമ്മൾ കോഴിക്കോട് ഇപ്പൊ സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും റൂം എടുക്കണം. റൂം എടുത്തിട്ട് ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് വേണം ഇവിടെ വെയിങ്ങിനായിട്ട് പോകണം. പിന്നെ അതിന് മുമ്പ് ചായ കുടിക്കണം. ചായ മസ്റ്റാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവന്മാര് നടന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോയിൽ ഇവിടെ ഇറങ്ങിയത് ഇത് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിന്നതാണ്. എന്തായാലും സ്റ്റെപ്പ് കയറാൻ വയ്യേ, എസ്കലേറ്റർ കയറാം. ട്രെയിനിൽ ഒരേ കണക്ക് ഇരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. കാല് നല്ല സുഖം. ഇറങ്ങിയിട്ടൊന്നല്ല. ഇതാണ് ബസ് സിമുലേറ്റർ. ബസ് സിമുലേറ്ററാ? ഗോകുലേ 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 നിന്നാണ് ഗോകുലേ. ഇപ്പൊ കയറിയ സാധനത്തിന്റെ പേരെന്താടാ? എസ്കുലേറ്റർ ഒന്ന്. സ്പീഡ് പോരാ. അങ്ങനെ ഫൈനലി നമ്മളൊരു ചായക്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. ഷെയ്ക്ക് കുടിച്ചാ തോന്നണല്ലേ. ചായ കുടിക്കാന്നുള്ള പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് തണുത്ത എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച്. എനിക്ക് ഷേക്ക് എന്തെങ്കിലും മതി. അല്ലെങ്കിൽ തണുത്തില്ലേ, ചൂടുള്ളത് കഴിക്കാൻ. എടാ ഞാൻ വല്ല ഷേക്കും കുടിക്കാന്ന് പറഞ്ഞ എനിക്ക് ചൂട് വേണ്ട രാവിലെ തന്നെ. എന്റെ മാംഗോ ഇങ്ങോട്ട് ഗൈസ്, ഇവൻ കിണ്ണ സാധനം കേട്ടാ. ട്രെയിനിൽ ഇരുന്ന് തന്നെ ക്ഷീണം ഫുള്ള് മാറിടാ. ചൂട് ചായ കുടിക്കണേക്കായിട്ട് ഇത് കുടിച്ചപ്പോ എന്ത് സുഖം അറിയാം. ബ്രോ സെറ്റ് സാധനം. അങ്ങനുണ്ട്
അപ്പൊ അത് കുടിച്ചതിന് ശേഷം തല ഒന്ന് റിഫ്രഷ് ആയി. ഇനി വേണമെങ്കിൽ ഒരു ചായ കൂടെ കുടിച്ച് നോക്കാം. ഇല്ലടാ ചായ കുടിക്കണ്ടേ? ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ ഏതെങ്കിലും റൂം കണ്ടുപിടിച്ചിട്ട് പോയിട്ട് ഫ്രഷ് ആവണം, ഒന്ന് കുളിക്കണം. നീ അവിടെ നിന്ന് എടുക്കണം. നമ്മളൊരു റൂം തപ്പി ഇപ്പൊ നടക്കുകയാണ്. കോഴിക്കോടിലെ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവര് അങ്ങ് എത്തി കാണിച്ചോണ്ടിറങ്ങി. നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ സ്ലോയിൽ അങ്ങ് പോകാൻ വിചാരിച്ചു. നേരെ പോയിട്ട് റൂം കണ്ടുപിടിച്ച് പറഞ്ഞേ ഫ്രഷ് ആവണം. കാരണം തല വെട്ടിപ്പുളക്കണം, നല്ല തലവേദന ഉണ്ട്. പോയിട്ട് എന്തായാലും ഇപ്പൊ കുളിച്ചേ പറ്റും. അപ്പൊ നമുക്ക് നേരെ റൂമിലോട്ട് പോകും. ഗൈസ്, ഇവിടെ കോഴിക്കോട് വന്നപ്പോ ഏത് കടകളിൽ നോക്കിയാലും ഹൽവകൾ തന്നെ. നമ്മളവിടെ പച്ചക്കറി കട കണക്കാണ് ഇവിടെ എല്ലായിടത്തും ഹൽവ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളൊരു 2-3 കിലോമീറ്റർ നടന്ന് അപ്പുറം ചെന്നപ്പോൾ നമുക്കൊരു ഹോട്ടൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ കയറി നമ്മൾ 2 റൂം എടുക്കാനായിട്ടാണ് പ്ലാൻ, ഒരു ഡബിളും ഒരു സിംഗിളും. അപ്പോൾ നമ്മളെല്ലാവരും ഉള്ള ഫണ്ടെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത്, അപ്പോൾ ഒരു ഡബിളിനും ഒരു സിംഗിൾ 2 റൂമായിട്ട് പറഞ്ഞേക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 2400 രൂപയാണ്. അപ്പോൾ നമ്മളതിൽ എല്ലാവരിലും ഉള്ള ഫണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ നൈസിന് ഹോട്ടലിലോട്ട് അങ്ങോട്ട് കയറാമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. നമ്മൾ ആധാറും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സൈനും ഇട്ടതിന് ശേഷം അവിടെ എത്ര നേരം, ഒരു 3/4 മണിക്കൂറോളം ഇവിടെ പോയി. വമ്പലാകെന്ന് പറഞ്ഞാൽ എല്ലാം ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ഒരു വിധം നമ്മളാണെങ്കിൽ റൂമിലോട്ട് കയറി. ശബരിമലയിൽ കയറുന്നത് പോലെ ഒരു ലോഡ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് ഒരു വിധം കറങ്ങി അങ്ങ് കയറി റൂമിലെത്താൻ വേണ്ടിയിട്ട് എത്ര നേരം എടുത്തെന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യ. 2600 രൂപയ്ക്ക് എടുത്ത റൂമാണ്. 2 റൂമുണ്ട്. അപ്പുറത്തും ഇത് തന്നെ സെയിം അവസ്ഥ. ഇതിനിപ്പോ നമുക്ക് റോഡിൽ കിടന്നാൽ മതിയായിരുന്നല്ലേ? സ്റ്റേഡിയത്തിൽ ഒരുങ്ങാതെ പോകാൻ നിൽക്കുക. എന്തിനാ കുളിച്ച് ഫ്രഷ് ആവട്ടെ. അങ്ങനെ നമ്മൾ അവസാനം കണ്ടുപിടിച്ച് അവസാനം എത്തിയത് ഒരു തൊലിഞ്ഞ റൂമില്. സാജ, റൂം എങ്ങനെ ഫണ്ടിന് പറ്റിയ റൂമല്ല, വെറും ദുരന്തം. അത് മാത്രല്ല, താഴെ വന്നിട്ട് ട്രെയിനിലിരുന്നതിന്റെ ഇരട്ടി ടൈം താഴെ വന്ന് നിൽക്കേണ്ട അവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ഇടാനായാലും സൗണ്ട് ഉണ്ടാക്കല്ലടോ. പട്ടി കടിക്കൂടെ ഇതാണ്. രാവിലെ തന്നെ കുറച്ച് ഇതായിട്ടെ വയറണോന്നു ഇളവൊന്നുമില്ല. ടോയ്ലറ്റ് ഉണ്ട്, സീനില്ല. അവിടെ എപ്പോഴേ ചരിഞ്ഞിട്ടുണ്ട്. ഞാനോടെ കിടന്ന് ഉറങ്ങി പിടിക്കണ്ടേ? അവിടെ ബോഡി ഷോ. ഉറങ്ങാൻ നേരത്തും ബോഡി ഷോ. ഉറങ്ങണ്ടടാ നിനക്ക്? ലൈറ്റൊക്കെ അണച്ച് കയറി കിടന്ന് ഉറങ്ങാൻ മതി. നീ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങടാ, രാവിലെ വിളിക്കാൻ നിൽക്കാം. ചേട്ടനായിട്ടുള്ള അടി നോക്കിട്ട് ഇടിച്ചതാ. ഇപ്പൊ സമയം 6:15. ഒരു 8 മണി വരെ കിടന്നങ്ങ് ഉറങ്ങാം. 8 മണി വരെ അലാറം 8 മണിക്ക് അലാറം വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിയാൽ കൊള്ളാം. ട്രെയിനിൽ ഇരുന്നിട്ട് ലേശം പോലും കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. 8 മണിക്ക് എണീക്കണം, ഒന്ന് കുളിക്കണം, റെഡി ആവണം, നേരെ ഇറങ്ങി ഇവിടെ പോകണം, ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് അവിടെ നേരെ സ്റ്റേഡിയത്തിൽ പോയിട്ട് അപ്പൊ ഒന്ന് ഉറങ്ങി എണീച്ചിട്ടൊക്കെ കാണാം. ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എണീറ്റിട്ടുണ്ട്. ഇപ്പൊ സമയം 8:15. ഇനി ഓരോരുത്തരായിട്ട് പോയി കുളിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കണം. ഇവിടെ ഓരോരുത്തർ ഉറക്കുന്നതേ ഉള്ളൂ. ആഹാ, എന്താ ഉറക്കം. ഷാരോൺ അവനിന്ന് മാച്ച് ഉള്ളതാണ്. പിന്നെ സാജിന്റെ കുഴപ്പമില്ല, അവന് നാളെയാണ് മാച്ച്. അപ്പൊ ഉറങ്ങട്ടെ. ഇവിടെ ഇപ്പൊ ഓരോരുത്തർ ഒരുങ്ങണതേ ഉള്ളൂ. പോക്ക് അവിടെ ഓൾറെഡി ഇവ എണീക്കുന്നില്ലേടാ. ഗൈസ്, അപ്പൊ ഓരോരുത്തർ കുളി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇനി കുളിക്കാൻ എത്ര പേരോടെ ഉണ്ടാ? 2 പേരോടെ ഉണ്ട്. അപ്പൊ അവന്മാരോടെ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി ആദ്യം വേയിങ് എടുക്കാന്ന് വിചാരിച്ചു. വേയിങ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാം. നമ്മളെ 2 ലേഡി ആം റെസ്ലേഴ്സ് ആണ്. മുടിയൊക്കെ കെട്ടി ചുന്തിരികളായിട്ട് ഇറങ്ങാൻ പോവുകയാണ്.
ഫ്രണ്ടിൽ വരുവാ എന്റെ ഫ്രണ്ടില് എടാ അവിടെ അല്ല ഒരാളത് ഈ സൈഡിൽ വെച്ച് സെറ്റ് ചെയ്യും. ഇങ്ങനെ വരുവാ നീ താഴെ ഇവിടെ ഇവിടെ കിട്ടിയത് ഞാനും അതാ പറഞ്ഞ താഴെ കെട്ടിരിക്കുന്നു. അപ്പോഴെല്ലാരും റെഡി ആയിട്ട് സ്റ്റേഡിയത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കോമ്പറ്റീഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ സബ് ജൂനിയർ കാറ്റഗറിയിൽ ശബരിക്കുണ്ട്, പിന്നെ ആസിഫ് ജൂനിയർ, ഗോകുലു ജൂനിയർ, പിന്നെ സായുജും ഷാരോനും ജൂനിയർ. അപ്പൊ ഇത്ര പേർക്കാണ് ഇന്ന് കോമ്പറ്റീഷൻ. ബാക്കിയുള്ള ഒരു റൂമിൽ നിൽപ്പുണ്ട്. അവരാണെങ്കിൽ എത്തി കഴിഞ്ഞിട്ട് എത്തി കൂടെ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ സ്റ്റേഡിയത്തിലോട്ട് പോകും. നമ്മളെടുത്ത ഹോട്ടലിന്റെ ഇവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ നടക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. രാവിലെ ഉറങ്ങിയതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടൊന്ന് നടക്കുന്നത് പോലെ അങ്ങ് നടക്കാന്ന് കരുതി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇപ്പൊ ഒരു 10 ദൂരമായി. കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ സ്റ്റേഡിയം ആയി. ഇതിപ്പോ EMS സ്റ്റേഡിയം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അപ്പുറമാണ് നമ്മളെ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം ആണ്. അത് ഇതിന്റെ അപ്പുറമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കിടിലം അത് കിടിലം. ഇത് നോക്കിയാണ് 4 പേരെ ഇടയിൽ കൂടെ സാജൻ. അച്ചടാ ബ്രോ സെറ്റപ്പ് സീനല്ലേ. അതുകൊണ്ട് സൂരജ് തോന്നിരിക്കണം. സൂരജ് ബ്രോ സോ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷന്റെ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോമ്പറ്റീഷൻ സബ് ജൂനിയറാ ജൂനിയറാ മച്ചു എപ്പോ എത്തി? നമ്മളിപ്പോ എത്തി, രജിസ്ട്രേഷൻ ചെയ്ത്. പിന്നെ റൂം എടുത്താ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചില്ല, നമ്മളും കുടിച്ചില്ലടാ. വേറെ ചായ ഇല്ല, എന്റെ എനർജി. എല്ലാരും ഫോട്ടോ ഇത് പോയി അതിൽ പോയി അതിലോട്ട് പോയി. അപ്പൊ ഇതാണ് പ്ലേയേഴ്സിന്റെ കാർഡ്. ഇതിൽ നെയിം, ഡിസ്ട്രിക്ട്, കാറ്റഗറി എല്ലാം കൊടുക്കും. വെയിറ്റ് കാറ്റഗറി എല്ലാം ഇതിലാണ് കൊടുക്കണം. കേരള സ്റ്റേറ്റ് ആംബുലൻസ് ചാർജ്. അടുത്ത ശബരി ഇനി ആരോണ്ട് അടിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മളല്ലേ? അടുത്താള് കയറാ. ഷാരോണ് ഷാരോണ് ശബരി ശബരി വിളിക്കും. അങ്ങോട്ട് പോകും. അവിടെ അങ്ങോട്ട് അടുത്ത നീ പൈസ ഫണ്ട് സബ് ജൂനിയർ അല്ലേ? വെയിറ്റ് കാറ്റഗറി എത്ര? 40-45. എടാ നമ്മളെല്ലാരും ഇല്ല, നീ 50. ഓൾ ദി ബെസ്റ്റ്. പൊളിക്കണം. നിന്റെ മാച്ച് ആണ് ഇവിടെ തന്നെ കാണില്ല. ഓൾ ദി ബെസ്റ്റ്. പൊളിക്കൂലടാ മാച്ച്. നിന്റെ മാക്സിമം കൊടുക്കൂലേ? അതത്രേ ഉള്ളൂ. ആസിഫ് മാക്സിമം കൊടുക്കൂലേ? ശബരി ഇങ്ങ് വേടാ. ഇതാണ് നമ്മളെ സബ് ജൂനിയർ. നിങ്ങൾക്ക് അറിയാം ഇവന്. എങ്കിലും ഞാൻ ഒന്നുകൂടെ മാക്സിമം കൊടുക്കൂലേ? ലെഫ്റ്റ് റൈറ്റും മാക്സിമം കൊടുക്കൂലേ? നോക്കണോ? സെറ്റ് അതത്രേ ഉള്ളൂ. ഇവിടെ വാടാ. അറിയോ? ഓർമ്മ ഉണ്ടാ? ഇവനറിഞ്ഞൂടെ? നീ ഇറങ്ങുന്നുണ്ടാ? ഇറങ്ങടാ. ഫുള്ള് കറക്റ്റ് എടുക്കട്ടെ. ഇവിടെ അന്നത്തെ വെട്ടി ദൂരെ മാറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇത്തട മാച്ച് കഴിഞ്ഞാ എന്തായി? നല്ല സെറ്റ്. നിനക്ക് ഇറങ്ങി തുടങ്ങണ്ടേ? ഇക്കായത്തായൊക്കെ പോലെ അവിടെ ഉണ്ടാ? അതോയി പോ, അങ്ങോട്ട് പോ. മാച്ച് പൊളിക്കൂലേ? ലെഫ്റ്റും റൈറ്റും കോൺഫിഡൻസ് പറയണ. ഉറങ്ങുന്നവൻ. കോഴിക്കോട് എന്റെ കയ്യിൽ, അത്രേ ഉള്ളൂ.
ഇതാണ് ആൽബി, എനിക്ക് ഓൺലൈനിൽ കൂടി കിട്ടി എന്റെ ചങ്കൻ മച്ചമ്പി. അളിയാ പൊളിക്കൂലേ? പിന്നെ പൊളിക്കല്ലേ? നല്ല സീൻ. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ്, ഒരു മാത്രമല്ല, ഒരു ആസ്ഥാന ഗായകനും വയലിനിസ്റ്റും കൂടിയാണ്. ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ ഇല്ലേ? അവിടെ ഊക്കാളെ കാത്തിരിക്കരുത്. നിങ്ങൾ സ്റ്റേ എവിടെയായിരുന്നു? എവിടെ? ലോ ഫെയറിന്റെ ഓക്കെ, നീ പോയിട്ടാ? ഓക്കെ, വെയിറ്റ്. വുമൻസിന്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വേഗിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. വേഗി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാർഡ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് കാർഡ്. ഷാരൂന്റെ കാർഡായിട്ടുണ്ട്. ബാക്കി ഗോകുലും പയ്യന്മാരും ആസിഫ് എല്ലാം അവിടെ ശബരിക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. ശബരി സാജനെ കഴുതി സെറ്റ് തിരിച്ചു വേണം. ഓക്കെ, ഇപ്പൊ സെറ്റ്. അതെ, ചെറുക്കനുള്ളത് കിട്ടിയിട്ടുണ്ട്. ആസിഫ് മുഹമ്മദ്. ബാക്കിലൊരു ഇതുണ്ട്. ലക്ഷണം വലഞ്ഞിരിക്കല്ലേ? നിന്റെ വെയിറ്റ് എത്ര കറക്റ്റ് വന്നേക്കണം? അന്നത്തെ പോലെ തന്നെ 58 സെറ്റ്. പോയിട്ട് വല്ലതും കഴിക്കാൻ വരൂ. മീനും ഉണ്ട്. ഞാൻ ഇവിടെ കിട്ടിയാളിയാ? ഇവിടെ വെയിറ്റ് എത്ര കാണിക്കും? 79 ജമ്പ് ചെയ്യാൻ പറ്റൂല. താഴോട്ട് ജമ്പ് ചെയ്യാൻ പറ്റൂല, മുകളിലോട്ട് ജമ്പ് ചെയ്യാൻ. അല്ല, മുകളിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഇതല്ലേ 80 ബെറ്റർ. ഇത് അണ്ടർ 80. നിനക്ക് 85 ഇറങ്ങണമായിരുന്നാ? 80 ആകുമ്പോ ഇവിടെ കുറഞ്ഞു കിട്ടൂലടാ. കുറഞ്ഞ് കിട്ടുന്ന മാത്രല്ല, കൊല്ലത്ത് 2 പേരൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഫുൾ ഉണ്ട്. 85 പ്ലേയേഴ്സ്. ചേട്ടൻ എത്ര ഉണ്ട്? അവര് സീനിയർ അല്ലേ, നമ്മള് യൂത്ത്. അങ്ങനെ. ഓക്കെ. പയ്യന്മാരെ വെയിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്മാര് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല. വിഷന്ന് ഊപ്പാടൊന്നിരിക്കണം. അപ്പൊ നമ്മൾ രാവിലെ നേരെ ഫ്രഷ് ആയതിനു ശേഷം ഇവിടെ വരില്ല ചെയ്യണം. എന്നിട്ട് വെയിറ്റ് എടുക്കണം. അപ്പൊ ഇത് പോയിട്ട് ഫുഡ് കഴിക്കും. വന്നപ്പോ ഒരുപാട് പേര് പുതിയവരെ പരിചയപ്പെട്ടു. ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇവിടെ സ്റ്റേറ്റിലെ വൈബ് എങ്ങനെ ഉണ്ട്? വിശപ്പിന്റെ ഒരു വണ്ടി മാത്രം. വിശപ്പിന്റെ ഒരു വണ്ടി മാത്രമേ. അതിനൊന്ന് 10 സമയം. അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകാം. ഇവിടെ മോമനെ എന്ന് പറഞ്ഞാ 55. നിന്റെ 55 പൊളിക്കൂലേ? ഇന്നല്ല പേരെന്തായിരുന്നു ബ്രോ? അശ്വിൻ. രാവിലെ അയച്ചായിരുന്നാ ബ്രോ? ഏത് കാറ്റഗറി? ജൂനിയർ ആണ്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. എന്തോ നിങ്ങൾ മുടി എന്തിനാ വെച്ചേക്കണേ? മുടി കെരാറ്റിൻ. അതുലേ ഓൾ ദി ബെസ്റ്റ്. മറ്റേത് മാറിയില്ല മാൻ ഇതുവരെ. 3 മാസത്തെ റെസ്റ്റ് പറഞ്ഞേക്കാണ് ഡോക്ടർ. പ്രോയാണ്. ഉറങ്ങുന്നില്ലേ? 75. നിങ്ങൾ എവിടെ നിന്ന് ഇറങ്ങണോ? എവിടെടാ? പയ്യന്മാര് നോക്കിക്കണം. അവരെ കഴിപ്പിക്കാനായിട്ട് കൊണ്ടുപോകണം. രാവിലെ വന്നാണ്, ഇതുവരെയൊന്നും കഴിച്ചില്ല. ഗൈസ്, കോമ്പറ്റീഷന് വന്നതാണ്. കൂളിംഗ് ഗ്ലാസും വെച്ച്. സിനിമ ആണോ ഇത്? ആരുടെ ഇത്? പഴയ വിന്റേജ് ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ടോ? അതെ, വളരെ ബിസിയാണ്. ഇതെന്തേടാ? ഫാമിലി പാക്ക്. കഴിക്കാൻ പോകാം. അവന്മാരാ കഴിച്ചില്ലേ? നമ്മൾ ഊണ് മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇത് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് വെച്ചിട്ട് ഫുഡ് സ്പോട്ടാണ്. റഹ്മാൻ ബിരിയാണി, പിന്നെ ഏതാണ് ബിരിയാണി? പാരഗൺ ബിരിയാണി, ഐസ് വെരട്ടി. സോ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് എൻഡ്സ്. പിന്നെ അല്ല അങ്ങനെ കോഴിക്കോടത്തെ ബെറോട്ട നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഇവിടുത്തെ സൈസ് ഉണ്ട്. നമ്മളവിടുത്തെ ബെറോട്ടനെക്കാട്ടി ഒരു സൈസ് ഉണ്ട്. അവിടെ ബെറോട്ടയും ചിക്കൻ കറിയും എത്തിയിട്ടുണ്ട്. അവിടെ കഴിച്ച് തുടങ്ങുകയും ചെയ്തു. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ബാക്കി ബ്ലോഗിലോട്ട് വരാം. ഗൈസ്, ഈ പൊരിച്ച മീൻ ഉണ്ടല്ല, ഇത് സീൻ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, എല്ലാം മിക്സ്ഡ് ആണ്. ഇവിടെ ബെറോട്ട ഉണ്ട്, ചോറും ഉണ്ട്, മീൻ പൊരിച്ചതും ഉണ്ട്. ആ കോമ്പോടാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ സ്റ്റേഡിയത്തിലോട്ട് പോകണം. സ്റ്റേഡിയത്തിലോട്ട് പോയിട്ട് ബാക്കി പരിപാടി. ആദ്യം നമ്മള് ശബരിയുടെ മാച്ചാണ്. സബ് ജൂനിയർ ആയിട്ട് നമ്മളെന്ന് ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ ശബരിയുടേത്. അപ്പൊ അവന് നല്ല പ്രതീക്ഷയുള്ള ഒരു പയ്യനാണ്. അപ്പൊ അവന്റെ മാച്ച് ഉടനെ ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് നേരെ സ്റ്റേഡിയത്തിലോട്ട് പോകാം. ഓ, ഫൈനലി
ഇവിടെ നല്ല വ്യൂ ഉണ്ടാ. ഈ വർഷം ജനുവരി 19-ാം തീയതി പാലക്കാടിന്റെ മണ്ണിൽ കേരള ഹാർബർ റെസ്ലിംഗ് അസോസിയേഷനുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ മാച്ചായി. നിങ്ങളാ എന്തോന്നാണ് കോൺഫിഡന്റ് ആണല്ലോ. അത്രേ ഉള്ളൂ. നിന്നെ കൊണ്ട് പറ്റുന്ന നിന്റെ മാക്സിമം നീ കൂടെ, അത് അത്രേ ഉള്ളൂ. നീ ആരെയും ഭയങ്കരമായിട്ട് ഇന്ന ആളെ ടാർഗറ്റ് ചെയ്യരുത്. നീ ചെയ്തു വെച്ച ഒരു വർക്ക് ഉണ്ടല്ലോ, നിനക്ക് നിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റി മാക്സിമം കൊടുക്കണം. അത്രേ ഉള്ളൂ. ശബരിയുടെ മാച്ചാണ് ആദ്യം നടക്കുന്ന സബ് ജൂനിയർ കാറ്റഗറി. 11-0-1. നമ്പർ 2-ൽ 1402. 1402. അടുത്ത മത്സരം സെക്കൻഡ് ഗോൾ 42-0-3. 1402. 11-0-1. ഹലോ, അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ശബരി തൂക്കിയിട്ടുണ്ട്. അവനൊരു ഗോൾഡ് നമ്മൾ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ചെറുക്ക് എന്തായാലും തൂക്കും. 3211. 3211. Next ball, Mohammad Shamich. Price, Basil Raji. തൂക്കി സ്ട്രാപ്പിക്കല്ലേ കേട്ടാ. വൈറ്റിനെ തൂക്കി സ്ട്രാപ്പിക്കലടി. സ്ലിപ്പാക്കാൻ പറ്റുമോ നിനക്ക്? മറ്റേ നിന്നെ അടിച്ചോ. Junior boys, right hand. 55 kg. Table number 3-ൽ റിപ്പോർട്ട് ചെയ്യുക. Junior boys, right hand. 55. എറണാകുളം. അപ്പൊ പറഞ്ഞതുപോലെ ചെറുക്കൻ തൂക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടുണ്ട് ഗൈസ്. ശബരി സബ് ജൂനിയർ കാറ്റഗറി ഗോൾഡ്. Ashil Joy. ശബരി ചന്തു സത്യൻ തൃശൂർ. ശബരി സാജൻ കൊല്ലം. ഡബിൾ 112. 1112. 1112. 1112. നേരത്തെ പറഞ്ഞ ഡയലോഗ് തൂക്കം പറഞ്ഞാൽ തൂക്കും. പിന്നല്ല 3914. പോയെന്നറിയാമോ? ഞാൻ അമ്മ കൈ തണുത്തിരുന്നു. ഞാൻ വെച്ച് പവർ ഇല്ലെന്ന് എല്ലാം പ്രതീക്ഷ നിക്കണോ? കുഴപ്പമില്ല, സ്റ്റാപ്പ് അടിച്ചല്ലേ. നീ അത് വലിച്ചില്ലല്ലോ, എങ്ങനെ വെച്ചെടുത്തല്ലേ. അങ്ങനെ നമ്മളെ സബ്ജക്ട് നമ്മൾ ആദ്യത്തെ ഗോൾഡ് കൊണ്ടുവന്നിരിക്കുന്നു ശബരിയെ. വെയിറ്റ് ഉണ്ട്, ക്വാളിറ്റി സാധനം. പവറുണ്ട്, പക്ഷെ നിന്റെ ഗോൾഡ് നമ്മൾ ഉറപ്പിച്ചതാണ്, തുടക്കമേ പറഞ്ഞ അത് അത്രേ ഉള്ളൂ. കാണാൻ കാത്തിരിക്കുന്ന മാച്ച് സ്ട്രെങ്ത് വേഴ്സസ് സ്ട്രെങ്ത് ആയാലും സ്പീഡ് വേഴ്സസ് സ്പീഡ് ആയാലും എൻട്രൻസ് വേഴ്സസ് എൻട്രൻസ് ആയാലും ഇവന്മാർ രണ്ടുപേരെ മാച്ചിന് വേണ്ടിയാണ് കേരളക്കാരെ കാത്തിരിക്കണം. അല്ലടാ കിട്ടിയെങ്കിൽ ബാക്കി കൊണ്ട് നിന്നെ കൊണ്ട് പറ്റും. നീ മാക്സിമം കൊള്ളണം. ഫ്രണ്ടും ബേക്കും കത്തണ്ട. അങ്ങനെ അവൻ തൂക്കി എന്ന് പറയുന്നത് വീണ്ടും തൂക്കിയിരിക്കുന്നു. പക്ഷേ നമ്മളെ പറച്ചിലതല്ല. എനിക്കൊരു സംശയം, പലതരം വാഴകൾ കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു വാഴയാണെന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് കൊണ്ട് സന്തതിയാണെന്നാണ് എല്ലാവരും പറയുന്നത്.